ജോർദാർ, ആ ബോള് പാസ് ചെയ്തേ, ഞാൻ മര്യാദയ്ക്ക് വെക്കട്ടെ. അടിപൊളി ഷോട്ടായിരുന്നു. ഇതിനേക്കാളും നല്ല ഷോട്ട് എനിക്ക് അടിക്കാൻ കഴിയും. കണ്ടില്ലേ, ഇങ്ങനെ വേണം ഷോട്ട്. ബോള് കറക്റ്റ് സ്ഥലത്ത് എത്തിയില്ലേ? താങ്ക് യു. അല്ല, ഞാൻ ഹണിയോട് പറഞ്ഞതാണ്. നിനക്കെന്താ സുഖമല്ലേ? എന്താ കിട്ടി പെട്ടെന്ന് ഇങ്ങോട്ടേക്ക്? അതെ, ഞാൻ ഈ പാവ നിങ്ങൾക്ക് എല്ലാവർക്കും വേണ്ടി തരാൻ വന്നതാ. പക്ഷെ ഞങ്ങള് ബൊമ്മ വെച്ച് കളിക്കില്ലല്ലോ. ഓഹോ, കളിക്കാൻ വേണ്ടിയല്ല സ്റ്റുപ്പിഡ്, സൂക്ഷിച്ചു വെക്കാൻ വേണ്ടി ഇവിടെ കൊണ്ടുവന്നതാ. എനിക്ക് അത്യാവശ്യമായിട്ട് മാർക്കറ്റിൽ പോകണം. അതുവരെ നിങ്ങൾ ഇതിനെ സൂക്ഷിച്ചു വെക്കണം, മനസ്സിലായല്ലോ? പക്ഷെ ഇതിനെ നിനക്ക് നിന്റെ വീട്ടിൽ തന്നെ സൂക്ഷിച്ചു വെക്കാമായിരുന്നല്ലോ. സംശയമുണ്ടോ? സ്റ്റുപ്പിഡ്, ഒറ്റയ്ക്ക് വീട്ടിലിരിക്കാൻ ഇതിനെ പേടിയാകില്ലേ? ഓ, ബൊമ്മയ്ക്ക് പേടിയോ? അതെ, പേടിയാവും. ബൊമ്മയ്ക്കും പേടിയാവും. നീ പേടിക്കണ്ട കിറ്റി, ഇതിനെ ഞങ്ങള് സൂക്ഷിച്ചു വെച്ചോളാം. ആ, ഞങ്ങൾ ഇതിന് കഴിക്കാനും കുടിക്കാനുള്ളതൊക്കെ ബൊമ്മ കിട്ടിപ്പോയി. സംശയമുണ്ടോ? അത്ര പെട്ടെന്ന് അത് കൊണ്ടുപോകാൻ ഞാൻ അനുവദിക്കുകയില്ല. ഹണി, അതിങ്ങോട്ട് പാസ് ചെയ്യ. ഞാൻ അത്രയ്ക്ക് കഴുതിയൊന്നല്ല. ശരിക്കും ഒന്ന് നോക്കിക്കേ, ബൊമ്മയ്ക്ക് പരിക്കൊന്നും പറ്റിയില്ലല്ലോ. ഒന്നും പറ്റിയില്ല. വീട്ടിൽ പോകാം, കിറ്റി വരാനുള്ള സമയമായി. രക്ഷപ്പെട്ടു അല്ലേ? അത് എത്ര സമയത്തേക്ക് നോക്കാം. ഒരു ദിവസം ഞാൻ നിങ്ങളെ നല്ലൊരു പാഠം പഠിപ്പിക്കും. അത് നിങ്ങൾ മറക്കേ. രസമായിരിക്കും. ആ സഹോദര, ഞാനും റെഡിയാണ്. ഞങ്ങൾ ഇതൊക്കെ ദിവസവും ചെയ്യുന്നതല്ലേ? സർക്കസിലും ചെയ്തേക്കാം, പിന്നെന്താ? ഞാൻ നന്ദു, എല്ലാവരുടെയും ബന്ധു. ഞാൻ നിങ്ങളുടെ കൂടെയാണ്. സർക്കസ് ചെയ്യാൻ ഞാനും തയ്യാറാ. ഇങ്ങോട്ട് വരൂ, ഞാൻ നിങ്ങളെ എല്ലാവരെയും ട്രെയിൻ വരാത്ത പാളത്തിലേക്ക് ഇട്ട് കൊന്നുകളയും. ഓണറെ കണ്ട വാലാട്ടത്തെ പട്ടിയുമില്ല, ഈ ബാലും ഇല്ലാത്ത സർക്കസ് ഈ രാജ്യത്തെങ്ങുമില്ല. ഞാനും നിങ്ങളുടെ സർക്കസിൽ ജോലി ചെയ്യും. ബാങ്കിൽ ജോലി ചെയ്താൽ അത് ബാങ്കർ. ഞാനാണ് ഈ സർക്കസിൽ ആങ്കർ. അടികൈ. അടിപൊളി. അപ്പൊ നമുക്ക് തുടങ്ങാം നമ്മുടെ സ്വന്തം സർക്കസ്. അതെ സഹോദര, നല്ല പേരാണ് നമ്മുടെ സർക്കസ്. എല്ലാവർക്കും ജോലിയും കിട്ടി, സർക്കസിന് നല്ല പേരും കിട്ടി. അടികൈ. കുരങ്ങന്മാരെല്ലാവരും പഴങ്ങൾ തിന്നുകൊണ്ടിരിക്കുകയാണ്. ആളുകളെല്ലാവരും സർക്കസ് കാണാൻ വന്നുകൊണ്ടിരിക്കുകയാണ്. അടികൈ. കാണികളെല്ലാം തയ്യാറാണ്. ഇതാ നമ്മുടെ സർക്കസ് തുടങ്ങാൻ പോവുകയാണ്. അടികൈ. കണ്ണാ സാറേ, ഇവരെല്ലാവരും അങ്ങയുടെ കവിത കേൾക്കാനല്ല, സർക്കസ് കാണാനാ വന്നിരിക്കുന്നത്. ഇതെന്താണ് ഈ ചെയ്യുന്നത്?
ഇത്രയും ചെറിയ എലി എങ്ങനെ കാണാൻ കഴിയും? ഞങ്ങളുടെ സൈസ് വലുതാക്കാണ്. എല്ലാവർക്കും ഞങ്ങൾ കാണാനാവുന്ന വിധത്തില്. ഏ? ആ? ആ സഹോദര, ഇപ്പോഴല്ലേ കലക്കാൻ പോകുന്നത്. ബലഹീന ഹൃദയമുള്ളവരെ പുറത്തു പോയി ഐസ്ക്രീം കഴിക്കേ. എന്റെ മനസ്സും അല്പം ബലഹീനമാണ്. ഞാൻ ഈ തൊപ്പി നോക്കി കളിച്ചോട്ടെ. ഒന്നും സംഭവിക്കില്ല, ഞങ്ങൾ ഇവിടെയല്ലേ. ആ സഹോദര, തുടങ്ങാമോ? സോർദാർ, സ്വിംഗ് ചെയ്യ്. ആ സഹോദര, കിറ്റിയെ പിടിച്ചോളൂ. 1 2 3. ആ സഹോദര, ഇങ്ങനെ തന്നെ തുടരാം. ജനങ്ങൾ വളരെ ആസ്വദിക്കുന്നുണ്ട്. വിട്ടുകളല്ലേ പ്ലീസ്, വിട്ടുകളല്ലേ പ്ലീസ്, വിട്ടുകളല്ലേ. അങ്കിൾ, ലെസിക്ക് കൂടുതൽ തണുപ്പൊന്നും ഇല്ലല്ലോ അല്ലേ? ഇല്ല. എന്താ? കിറ്റി പറഞ്ഞിട്ടുണ്ട് തണുപ്പുള്ള സാധനങ്ങളൊന്നും ബൊമ്മയ്ക്ക് കൊടുക്കരുതെന്ന്. നീ ഇതെന്താ ചെയ്തത്? ഞാൻ ബൊമ്മയെ പിടിക്കാൻ ഒരുങ്ങുകയായിരുന്നു. സംശയമുണ്ടോ? ഇനി നിന്നെ കൊണ്ട് ഇവിടുന്ന് രക്ഷപ്പെടാൻ പറ്റില്ല. മര്യാദയ്ക്ക് ബൊമ്മ ഞങ്ങൾക്ക് തന്നേക്ക്. നിങ്ങൾ ആവശ്യമില്ല അതിന്റെ അടുത്ത് പ്രശ്നം ഉണ്ടാക്കണ്ട. ഇത് എന്റേതാണ്. നിങ്ങൾക്ക് എന്തിനാ തരേണ്ടത്? കിട്ടിയുടെ ബൊമ്മയാണ്. ഞങ്ങളുടെ വീട്ടിൽ നിന്ന് നീ അത് പൊട്ടിച്ചെടുത്തതാണ്. സംശയമുണ്ടോ? എന്നെ കള്ളനെന്ന് പറയുന്നു. നിങ്ങൾക്കറിയാമോ, എന്റെ കയ്യിലെ ഓരോ ഇടിയും 60 കിലോ ഉണ്ടാവും. എന്താ വാങ്ങണമെന്നുണ്ടോ? നീ വെറുതെ വിലയൊന്നും ഇറക്കണ്ട. ഇത് കിറ്റിയുടെ ഡോളാണ്. അത് നീ മോഷ്ടിച്ചെടുത്തതാണ്. മര്യാദയ്ക്ക് തരുന്നോ അതോ 2 വാങ്ങുന്നോ? നീ എന്നെ തല്ലുമെന്നോ? തല്ലി നോക്ക്, നിന്നെ ഞാൻ പിഴിഞ്ഞെടുക്കും. ദേഷ്യം വന്നു കഴിഞ്ഞാൽ സണ്ണി വളരെ മോശപ്പെട്ടവനാണ്. ഇതുവരെ നിങ്ങൾ കണ്ടത് വെറും ട്രെയിലർ മാത്രം. ഇപ്പോൾ വരാൻ പോകുന്നത് ബണ്ണിയാണ്. അടികൈ. സഹോദര ബണ്ണി, ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു. മനസ്സിലാക്കി കൊടുക്കാം ഈ സർക്കസ് എന്ന് പറഞ്ഞാൽ എന്താണെന്ന്. എടാ കുതിരെ, നീ എന്തായി കാണിക്കുന്നേ? നമുക്ക് അഭിനയിച്ച മാത്രം മതി. എന്റെ തലയെഴുത്ത് അത്ര മോശമായിട്ടില്ല. വെറും ഒരു പൂച്ച എന്റെ മേലിൽ സവാരി ചെയ്യുന്നോ? അങ്ങനെയാണോ? വെളിക്കേറി ഇരുന്നു അല്ലേ? ഇപ്പൊ കാണിച്ചു തരാടാ നിനക്ക്. എന്റെ പൊന്നു കൂട്ടുകാരാ, നീ എന്തിനാ എന്നെ ഇങ്ങനെ അപമാനിക്കുന്നേ? നമുക്ക് സർക്കസ് കാണിച്ചാ മതി. രക്ഷപ്പെട്ടു. നദിയുടെ അടുത്ത് ഞാനൊരു വീട് പണിതു. ബണ്ണി എങ്ങനെയൊക്കെയോ മാനേജ് ചെയ്തു. അടികൈ. നിങ്ങൾ എന്തായി കാണിക്കുന്നേ? അവർക്കൊന്നും മനസ്സിലായില്ല. നിങ്ങൾ എന്തിനാ അവരെ പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കുന്നത്? റിയൽ ആണെങ്കിലും ഫേക്ക് ആണെങ്കിലും ബാലു അയാളുടെ ബാലൻസ് ഷോ കാണിക്കും. അടികൈ.
കലക്കി സൂപ്പർ ഡോക്ടർ ബാലു, നന്നായിരിക്കുന്നു. ആഹാ, ഇങ്ങോട്ട് വരൂ. പെർഫോമൻസിന്റെ ഇടയ്ക്ക് ഡിസ്റ്റർബൻസ് ഉണ്ടാക്കിയാൽ നിന്നെ ഞാൻ ട്രെയിൻ വരാത്ത പാളത്തിലേക്ക് എടുത്തിട്ട് കൊന്നുകളയും. കലക്കി തിമിർത്തു, കൊള്ളാം. ഇതിനെയാണ് ബാലൻസ് എന്ന് പറയുന്നത്. വൗ, എന്തൊരു കോർഡിനേഷൻ ആണ്. വെണ്ണ ഉരുക്കിയപ്പോൾ അത് നെയ്യായി. തെറ്റിപ്പോയെങ്കിലും ഇവരുടെ പെർഫോമൻസ് ശരിയായി. അടികൈ. നന്ദു, എല്ലാവരുടെയും ബന്ധു, ഞാൻ പുറപ്പെട്ടു. നന്ദു, എല്ലാവരുടെയും ബന്ധു. പക്ഷേ ഈ നന്ദുന്റെ ബന്ധു ആരെങ്കിലും ഉണ്ടോ എന്നെ രക്ഷിക്കാൻ? വരൂ വരൂ. ശർമാജിയുടെ വീട് പൂട്ടിയിരിക്കുകയാണല്ലോ. ഡ്രാക്കുളയ്ക്ക് അറിയാലോ അവിടെ ആരുമില്ല എന്ന്. പിന്നെ എന്തിനാ അകത്തേക്ക് കയറിയത്? എനിക്ക് തോന്നുന്നത് അലമാര കിടന്ന് ഉറങ്ങാനാണെന്നാ. സിനിമകളിലും കാണിക്കുന്നത് ഇങ്ങനെയാണ്. സംശയമുണ്ടോ? കൊച്ചളിയാ, ഒന്നല്ല രണ്ട് ഡ്രാക്കുളയുണ്ട്. അത് കണ്ണാടിയാടാ കഴുതേ. പക്ഷേ കണ്ണാടിയിൽ ഡ്രാക്കുളയുടെ ഇമേജ് കാണാൻ കഴിയില്ലല്ലോ. ഡ്രാക്കുളയെ തന്നെ കണ്ട് പേടിച്ചു പോയി. ഇത് ഡ്രാക്കുളയൊന്നുമല്ല, കള്ളനാണ്. വരൂ, നമുക്ക് കള്ളനെ പിടിക്കാം. പക്ഷേ അതിനു മുമ്പ് അവൻ ജനങ്ങളെ പേടിപ്പിച്ചതിനുള്ള ശിക്ഷ അവന് കൊടുക്കേണ്ടിയിരിക്കുന്നു. ഞാൻ ഇപ്പൊ വരാം. സോർദാർ, നീ ഇൻസ്പെക്ടർ പാണ്ഡയ്ക്ക് ഫോൺ ചെയ്യ്. എന്റെ അമ്മേ, എന്റെ പൊന്നെ, ഈ വീടിന്റെ ഉടമസ്ഥൻ എത്ര കണ്ണാടിയാ വെച്ചിരിക്കുന്നത്? നീ ആരെടാ? അയ്യോ, ഇത് സത്യത്തിൽ ഡ്രാക്കുളയാണല്ലോ. അയ്യോ അയ്യോ. സർക്കസ് തുടങ്ങാൻ പോകുന്നു. സൈക്കിളിൽ നിങ്ങൾ ഒരുപാട് വിദ്യകൾ കണ്ടിട്ടുണ്ടാവും. നിങ്ങൾ കാണാൻ പോകുന്നത് ഹണിയുടെ സർക്കസ്. എന്റെ അമ്മച്ചി, ഈ കഴുത എന്താ ഈ കാണിക്കുന്നേ? ഇങ്ങനെ ഓടിച്ചോണ്ട് പോയാ അവൻ താഴെ വീഴും. വീഴ്. എല്ലാരും കൈയടിച്ച് ചിരിക്കാണല്ലോ. എന്റെ പ്രശ്നം എനിക്കറിയൂ. ഞാൻ എങ്ങനെ ഈ സൈക്കിൾ ഒന്ന് കൺട്രോൾ ചെയ്യും? എനിക്കൊരിക്കലും അറിയില്ലായിരുന്നു ഹണി, നീ ഇത്രയും നന്നായി സൈക്കിൾ ഓടിക്കുമെന്ന്. സംശയമുണ്ടോ? ഓ, രക്ഷപ്പെട്ടു. ആർക്കും മനസ്സിലായില്ല ഈ കഴുതയ്ക്ക് സൈക്കിൾ കൺട്രോൾ ചെയ്യാൻ പറ്റില്ല എന്ന്. ജനങ്ങൾ സത്യം അറിയുന്നത് വരെ എല്ലാം സുമുഖമാണ്. സംശയം
ഉറങ്ങിക്കോ ഉറങ്ങിക്കോ, ഞാൻ ശബ്ദം ഉണ്ടാക്കുകയില്ല. ഞാൻ രാത്രി ഉറങ്ങാറില്ല, പകലാണ് ഉറങ്ങുന്നത്. നീ ഇവിടെ എന്താണ് ചെയ്യുന്നത്? ഞാൻ ചെസ് കളിക്കാൻ വേണ്ടി ബോർഡ് എടുക്കാൻ വന്നതാ. രാത്രി എന്തിനാ? ബാക്കി എല്ലാവരും അവിടെ ടിവിയിൽ പ്രേതപ്പടം കാണുക. എനിക്ക് ബോറടിക്കുക, അതുകൊണ്ട് ഞാൻ ചെസ് കളിക്കാൻ പോവാ. എടാ, ബാക്കി എല്ലാരും പടം കണ്ടോണ്ടിരിക്കുമ്പോ നീ ചെസ് ആരുടെ കൂടെ കളിക്കും? തനിച്ചേ ഒരു പ്രാവശ്യം ഇവിടെ നിന്നോണ്ട് കളിക്കും, പിന്നെ ചാടി ഇപ്പുറത്ത് നിന്നോണ്ട്, പിന്നെ ഇവിടെ നിന്ന് കളിക്കും, പിന്നെ അപ്പുറത്ത് നിന്നോണ്ട്. അത്ര തന്നെ. ഇത്രയും ചൂടിൽ നീ എന്തിനാ തണുത്ത് വിറയ്ക്കുന്നത്? ഗോറില്ല. ഗോറില്ലയോ? ഇത് ഗോറില്ല അല്ല, ഡ്രാക്കുളയാണ്. ഡ്രാക്കുള. എന്താ? എന്റെ പുറകെ ഡ്രാക്കുള വരുന്നുണ്ട്. ഇത് നമ്മുടെ കന്നാസാവല്ലേ? ഏയ് ഞാനല്ല, എന്റെ പുറകിലാ ഡ്രാക്കുള. പുറകിൽ ആരും കാണുന്നില്ലല്ലോ. പാല് കിട്ടാതെ കുട്ടി കരയുന്നുണ്ട്. സത്യമായിട്ടും ഡ്രാക്കുള പുറകെ വരുന്നുണ്ട്. എല്ലാരുടെയും പിരി ഇളവിയെന്നാ തോന്നുന്നത്. സംശയമുണ്ടോ? ഇല്ല പോപ്പറ്റ്, ഇത്രയും പേര് ഒരിക്കലും കള്ളം പറയില്ല. ഇത്രയും പേരും കൂടി ഒരുമിച്ച് പറയുമ്പോൾ ഡ്രാക്കുള ഉണ്ടാവാനാണ് സാധ്യത. അപ്പോ ഡ്രാക്കുള സത്യത്തിൽ ഉണ്ടെന്നാണോ? ഇവനിപ്പോ വീണ്ടും പറയും പ്രശാന്തമായിട്ട് ഉറങ്ങണമെങ്കിൽ ഉറക്ക ഗുളിക കഴിക്കുമെന്ന്. സംശയമുണ്ടോ? എങ്ങനെ പ്രശാന്തമായി കിടന്നുറങ്ങും? നഗരത്തിൽ ഡ്രാക്കുള അലഞ്ഞിരിയുമ്പോൾ എല്ലാരും എങ്ങനെ പ്രശാന്തമായി കിടന്നുറങ്ങും? ഒരുപക്ഷെ ഉറക്ക ഗുളിക കഴിച്ചാൽ പോലും നിങ്ങളെ കൊണ്ട് ഉറങ്ങാൻ കഴിയും, പക്ഷെ ഡ്രാക്കുള ഉറങ്ങില്ല. നിങ്ങൾ ശാന്തമായി ഉറങ്ങണമെങ്കിൽ അന്വേഷിക്കൂ ഡ്രാക്കുള ഇപ്പൊ എവിടെയുണ്ട്, എന്ത് ചെയ്യുന്നു എന്ന്. ഒരുപക്ഷെ കണ്ടെത്തുകയാണെങ്കിൽ ഈ സ്ക്രീനിലുള്ള നമ്പറിൽ ഇൻഫോം ചെയ്യുക. ഇതുവരെ ഡ്രാക്കുള ആരെയും ഉപദ്രവിച്ചിട്ടില്ല, വെറുതെ പേടിപ്പിച്ചുകൊണ്ടിരിക്കുകയാണെന്ന് മാത്രം. പക്ഷെ മറക്കരുത്, അത് ഡ്രാക്കുളയാണ്. അപ്പൊ ഡ്രാക്കുള സത്യത്തിൽ ഉണ്ടെന്നാണോ? ഞാൻ കണ്ടതല്ലേ. ഇതൊക്കെ വെറും പച്ച കള്ളോ. പക്ഷെ കുറെ പേർ കണ്ടവരുണ്ടല്ലോ, അതിനെന്ത് പറയുന്നു? എന്തോ പ്രശ്നമുണ്ട്, അത് നമുക്ക് കണ്ടെത്തിയേ തീരൂ. എങ്ങനെ? ഡ്രാക്കുള നമ്മുടെ ഏരിയയിലാണ് കറങ്ങിത്തിരിക്കുന്നത്. ഇന്ന് നമുക്ക് എങ്ങനെയെങ്കിലും അതിനെ കണ്ടെത്തണം. കൊച്ചളിയാ, ഇന്ന് ഞാൻ അഹങ്കാരത്തോട് പറയുന്നു, നീ എന്നെക്കാളും വലിയ കഴുതയാണെന്ന്. സംശയമുണ്ടോ? ഡ്രാക്കുള ഉള്ളത് സത്യമാണെങ്കിൽ പിന്നെ അതിന്റെ അടുത്ത് പോയി നമ്മൾ തലവെച്ച് കൊടുക്കേണ്ട കാര്യമുണ്ടോ? ഒരു ആവശ്യമില്ല. പക്ഷെ അത് നമ്മളെ അറ്റാക്ക് ചെയ്യുകയാണെങ്കിൽ അതിനെ തടയേണ്ടത് നമ്മുടെ ആവശ്യമല്ലേ? പറയൂ, നിങ്ങളൊക്കെ എന്റെ കൂടെ ഇല്ലേ? ഒരുപക്ഷെ ആ ബൊമ്മ കിട്ടിയില്ലെങ്കിൽ കിട്ടി നമ്മളോട് ഒരുപാട് ദേഷ്യപ്പെടും. കിറ്റി ദേഷ്യപ്പെടുന്നതിനെ കുറിച്ചാണോ നീ ആലോചിക്കുന്നത്? ആ ബൊമ്മയുടെ കാര്യം ആലോചിച്ച് നോക്ക്. പാവം, അത് എന്തുമാത്രം കരഞ്ഞിട്ടുണ്ടാവും. പോകുന്നു കള്ളൻ, പിടിക്ക്. പതുക്കെ, ഞാൻ പൊട്ടിത്തെറിക്കും. നീ എന്ത് ഓലപ്പടക്കാണോ പൊട്ടിത്തെറിക്കാനായിട്ട്? വണ്ടി വിടറാ. എന്താ ഇത്? ഒന്നും പേടിക്കണ്ട, ഒന്നും നടന്നില്ല. ഞാൻ നിന്നെ രക്ഷപ്പെടുത്തി. നീ ആരുടെ കാര്യമായി പറയുന്നേ? നിങ്ങൾ ഇതെന്താ ചെയ്തത്? ഇവൾക്ക് എന്തെങ്കിലും മുറിവ് പറ്റിയിരുന്നെങ്കിലോ? സൂക്ഷിക്കാൻ കഴിയില്ലെങ്കിൽ പിന്നെ എന്തിനാ മോഷ്ടിക്കുന്നത്? അതെന്തായാലും കിട്ടിയില്ലല്ലോ. ഇനിയിപ്പോ എന്താണ് ചെയ്യുക? സണ്ണിയുടെ അടുത്ത് നിന്ന് വാങ്ങിക്കാം. അവന്റെ ഇതുപോലത്തെ ഒരു ബൊമ്മയുണ്ട്. നിനക്കെങ്ങനെ അറിയാം? കാണുന്നുണ്ടല്ലോ, അവിടെ നോക്ക്. കഴുതേ, അത് അതുപോലത്തെ അല്ല, അതേ ബൊമ്മ തന്നെയാ. ആ പഹയെ നമ്മുടെ വീട്ടിൽ കയറി ബൊമ്മ മോഷ്ടിക്കുകയായിരുന്നു. സംശയമുണ്ടോ? വേഗം പിടിക്കവനേ. ഇപ്പോ തീരുമാനമായി, അവൻ തന്നെയാണ് മോഷ്ടിച്ചത്. വേഗം പിടിക്കവനെ.
നല്ല ബുദ്ധിയുള്ള ബൊമ്മയാണ്. എത്ര മനോഹരമായിട്ട് അതിൽ കയറി ഇരിക്കുന്നേ. ബൊമ്മേ താഴോട്ട് വാ. എടാ അത് ബൊമ്മയാണ്, താനെ ഇറങ്ങാൻ കഴിയില്ല. സംശയമുണ്ടോ? ഹണി ബണ്ണിയുടെ കാല് പിടിച്ച് വലിക്ക. നീ എന്നെ വലിച്ചിട്ടത് എന്തിനാ? സണ്ണി പറഞ്ഞു അതുകൊണ്ടാ. നീ സണ്ണിയുടെ ഭാഗത്താണോ അതോ ഞങ്ങളുടെ ഭാഗത്തോ? ഞാൻ എപ്പോഴും നിങ്ങളുടെ ഭാഗത്താണ്, പക്ഷെ സണ്ണി വേറെ ഭാഗത്തേക്ക് ഓടിപ്പോയി.